this video in English, please click the link given above. 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ മക്കൾക്കും ഇത് കാണുന്ന മറ്റു കൂട്ടുകാർക്കും ബയോളജി മൈ പാഷനിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യും. ആദ്യത്തെ ചോദ്യം ഇതാണ്: If both male and female sex organs are present on the same plant, it is termed as. ഇത് ശരിക്കും ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ അല്ല, ഇതിൻ്റെ പ്രീവിയസ് ചാപ്റ്ററിലെയാണ്. പക്ഷേ എങ്കിലും ഇത് വളരെ ബേസ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ രണ്ട് തരത്തിലാകാം: ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ. മെയിൽ ആൻഡ് ഫീമെയിൽ പാർട്സ് ഉള്ള ഫ്ലവറിനെ ബൈസെക്ഷൽ ഫ്ലവർ എന്നും, ഈതർ മെയിൽ പാർട്ട് അല്ലെങ്കിൽ ഫീമെയിൽ പാർട്ട് മാത്രം ഉണ്ടെങ്കിൽ അതിനെ യൂണിസെക്ഷൽ ഫ്ലവർ എന്നും വിളിക്കും. അപ്പോൾ രണ്ട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ്, അതായത് മെയിൽ ഫ്ലവേഴ്സും ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ടെങ്കിലും അത് രണ്ടും ഒരേ പ്ലാന്റിൽ തന്നെ കാണുകയാണെങ്കിൽ അതിനെ നമ്മൾ മൊണീഷ്യസ് എന്നും, അത് രണ്ട് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് കാണുന്നതെങ്കിൽ നമ്മളതിനെ ഡൈഷ്യസ് എന്നും പറയും. അപ്പോൾ ഇവിടെ മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് ആർ പ്രസൻറ്റ് ഓൺ ദ സെയിം പ്ലാന്റ്. ആക്ച്വലി മെയിൽ ആൻഡ് ഫീമെയിൽ സെക്സ് ഓർഗൻസ് പ്രസൻറ്റ് ഇൻ ഫ്ലവേഴ്സ്, ദോസ് ഫ്ലവേഴ്സ് ആർ പ്രസൻറ്റ് ഓൺ ദ സെയിം പ്ലാന്റ്. അപ്പോൾ എന്ത് പറയും? മൊണീഷ്യസ്. അടുത്ത ചോദ്യം: ദ മെയിൽ ഗാമീറ്റ്സ് ഇൻ പോളൻ ആർ ഫോംഡ് ഫ്രം. അപ്പോൾ പോളൻ ഗ്രെയിൻസിൽ രണ്ട് സെൽസാണുള്ളത്: വെജിറ്റേറ്റീവ് സെല്ലും ജനറേറ്റീവ് സെല്ലും. വെജിറ്റേറ്റീവ് സെല്ലാണ് പോളൻ ട്യൂബായിട്ട് ഗ്രോ ചെയ്ത് താഴേക്ക് വരുന്നത്. ജനറേറ്റീവ് സെല്ലിൻ്റെ ന്യൂക്ലിയസ് ആണ് ഡിവൈഡ് ചെയ്തിട്ട് മെയിൽ ഗാമീറ്റ്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇവിടെയും ആൻസർ ജനറേറ്റീവ് സെൽ. ഓവ്യൂൾ ഈസ് അറ്റാച്ച്ഡ് ടു പ്ലസൻറ്റ ബൈ. അപ്പം ഓവ്യൂൾ എന്ന് പറയുമ്പോൾ അതിൽ നടുക്കൊരു എംബ്രിയോസാക്ക് ഉണ്ട്, അതിനെ കവർ ചെയ്തിട്ട് രണ്ട് ഇൻറ്റഗ്യുമെൻറ്റ്സ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ഹൈലം, അതായത് സ്റ്റോക്കിനെയും ഓവ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഹൈലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ സ്റ്റോക്ക് ഉണ്ട്, ഫ്യൂണിക്. ആ ഫ്യൂണിക്കിൾ വെച്ചിട്ടാണ് ഈ പ്ലസൻറ്റയിലേക്ക് ഓവ്യൂൾ അറ്റാച്ച് ആയിരിക്കുന്നത്. അപ്പോൾ ആൻസർ ഇവിടെ ഫ്യൂണിക്കിൾ. ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് ഇൻ ആൻജിയോസ്പേം ഇസ്. അപ്പം ഈ ചോദ്യത്തിന് ആൻസറിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഗ്യാമറ്റോഫൈറ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഗ്യാമറ്റോഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഗ്യാമീറ്റ് പ്രൊഡ്യൂസിങ് സ്ട്രക്ചർ എന്നാണ് അർത്ഥം. അപ്പോൾ അത് മെയിലിലാണെങ്കിൽ പോളൻ ഗ്രെയിൻ ആണ്. പല കുട്ടികളും ധരിച്ചു വെച്ചിരിക്കുന്നത് പോളൻ ഗ്രെയിൻസ് മെയിൽ ഗ്യാമീറ്റ് ആണെന്നാണ്. അല്ല, പോളൻ ഗ്രെയിനിനകത്താണ് മെയിൽ ഗ്യാമീറ്റ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ പോളൻ ഗ്രെയിനെ നമ്മൾ മെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്നാണ് വിളിക്കുന്നത്. ഫീമെയിൽ പാർട്ടിൽ വരുമ്പോഴേക്കും ഓവ്യൂളിനകത്ത് എംബ്രിയോസാക്ക് ഉണ്ട്. എംബ്രിയോസാക്കിനകത്ത് എഗപാരറ്റസിൽ 3 സെൽസ് ആണുള്ളത്. അതിൽ മധ്യഭാഗത്ത് വരുന്ന എക്സെല്ലാണ് ഫീമെയിൽ ഗ്യാമീറ്റ് ഉള്ളത്. അതുകൊണ്ട് എംബ്രിയോസാക്കിനെയാണ് നമ്മൾ ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെച്ചേക്കുക: മെയിൽ ഗ്യാമറ്റോഫൈറ്റ് പോളൻ ഗ്രെയിനും ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റ് എംബ്രിയോസാക്ക്. ആൻജിയോസ്പേം ഇസ് ഡെവലപ്ഡ് ബൈ ഫ്യൂഷൻ ഓഫ് മെയിൽ ഗ്യാമീറ്റ്സ് വിത്ത്. നമ്മൾ ആൻജിയോസ്പേംസിലുള്ള ഒരു പ്രത്യേകതയാണ് ഡബിൾ ഫെർട്ടിലൈസേഷൻ. അതായത് രണ്ട് ഫ്യൂഷൻ നടക്കും. രണ്ട് ഫ്യൂഷൻ നടക്കുന്നത് എന്തുകൊണ്ടാണ്? ആൻജിയോസ്പേംസിൽ രണ്ട് മെയിൽ ഗ്യാമീറ്റ്സ് അല്ലെങ്കിൽ സ്പേംസ് ആണുള്ളത്. അതിൽ ഒരു മെയിൽ ഗ്യാമീറ്റ് എക്സെല്ലുമായിട്ട് ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകും. അതാണ് നോർമൽ ഫെർട്ടിലൈസേഷൻ അഥവാ സിംഗമി എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെയിൽ ഗ്യാമീറ്റ് സെൻട്രൽ സെല്ലിലുള്ള രണ്ട് ന്യൂക്ലിയസ് ഉണ്ട്. അവരുടെ പേരാണ് പോളാർ ന്യൂക്ലിയസ്. ആ പോളാർ ന്യൂക്ലിയയുമായിട്ട് ഈ മെയിൽ ഗ്യാമീറ്റ് ഫ്യൂസ് ചെയ്തിട്ട് അതിനെ നമ്മൾ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയും. കാരണം 3 ന്യൂക്ലിയാണ് ഇൻവോൾവ് ആയിരിക്കുന്നത് അല്ലേ? അതുകൊണ്ട് അതിനെ ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുന്നു. അപ്പോൾ ആ ട്രിപ്പിൾ ഫ്യൂഷന് ശേഷം ഉണ്ടാകുന്ന ന്യൂക്ലിയസിനെ നമ്മൾ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ആ സെല്ലിനെ പ്രൈമറി എൻഡോസ്പേം സെൽ എന്നും പറയുന്നു. ഈ ന്യൂക്ലിയസ് പിന്നെ ഡിവൈഡ് ചെയ്തിട്ടാണ് എൻഡോസ്പേം ഉണ്ടാകുന്നത്. അപ്പം ഫ്യൂഷൻ ഓഫ് മെയിൽ ഗ്യാമീറ്റ്സ് വിത്ത് പോളാർ ന്യൂക്ലിയസ്. പ്ലോയിഡി ഓഫ് ദ എൻഡോസ്പേം ഇൻ ആൻജിയോസ്പേം. ഇതിന് മുൻപിലത്തെ ചോദ്യത്തിൻ്റെ അതിനൊരു തുടർച്ചയായിട്ട് കരുതാം. ഇവിടെ 3 ന്യൂക്ലിയസ് ആണ് ഫ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 3 ഹാപ്ലോയിഡ് ന്യൂക്ലിയസ് ഫ്യൂസ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? ട്രിപ്ലോയിഡ് സ്ട്രക്ചറായിട്ട് മാറും. അപ്പോൾ ഓർത്തോളുക, ഫെർട്ടിലൈസേഷന് ശേഷം 2 സെൽസാണ് ഉണ്ടാകുന്നത്. ഒന്ന് നമ്മുടെ സൈഗോട്ട്, അത് ഡിപ്ലോയിഡ് ആണ്. മറ്റൊന്ന് പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ്, അത് ട്രിപ്ലോയിഡ് ആണ്. അടുത്ത ചോദ്യം: ദ പോളൻ മൂവ്സ് ഫ്രം ദി ആന്തർ ഓഫ് വൺ ഫ്ലവർ ടു ദ സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് എ ഡിഫറെൻറ്റ് പ്ലാന്റ് ഓഫ് ദ സെയിം സ്പീഷീസ് ഇൻ. നമ്മൾ 3 തരം പോളിനേഷൻ പഠിക്കുന്നുണ്ട്: ഓട്ടോഗാമി, ഗീറ്റനോഗാമി, സീനോഗാമി. ഓട്ടോ എന്ന് പറഞ്ഞാൽ എന്താണ്? സെൽഫ്. ഗീറ്റനോഗാമി ആൻഡ് സീനോഗാമി. ഓട്ടോഗാമിയിൽ ഒരു ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ വന്ന് പതിക്കുന്നു. അപ്പം വിത്തിൻ ദ ഫ്ലവർ ആണ് ഇവിടെ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇനി രണ്ടാമത്തെ കേസിൽ
ഒരു ഫ്ലവറിൽ നിന്നുള്ള പോളൻ ഗ്രെയിൻ മറ്റൊരു ഫ്ലവറിലെ സ്റ്റിഗ്മയിൽ പതിക്കുന്നു, പക്ഷേ മറ്റേ ഫ്ലവറും ആ സെയിം പ്ലാന്റിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ഇവിടെ രണ്ടും നോക്കിയാൽ രണ്ടും ഒരേ പ്ലാന്റിൽ തന്നെയാണ്. അതുകൊണ്ട് ഇതിനെ നമുക്ക് ജനറ്റിക്കലി സെയിം എന്ന് പറയാം, അല്ലേ? അവരുടെ ജീൻ മാറുന്നില്ല, രണ്ടിനും ഒരേ DNA ആണ് ഉള്ളത്. അതേസമയം സീനോഗാമി വരുമ്പോൾ ഒരു ഫ്ലവറിലെ പോളൻ ഗ്രെയിൻ മറ്റൊരു പ്ലാന്റിലെ ഫ്ലവറിലാണ് ചെന്ന് പതിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓട്ടോഗാമി വിത്തിൻ ദ ഫ്ലവർ, ഗെയ്റ്റനോഗാമി വിത്തിൻ ദ പ്ലാന്റ്, സീനോഗാമി ബിറ്റ്വീൻ ടു പ്ലാന്റ്സ്. അങ്ങനെ ഓർത്തിരിക്കുക. അപ്പോൾ അത് ഓർഡറിൽ ഓർത്താലും നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാൻ ആൽഫബറ്റിക് ഓർഡറിൽ A കഴിഞ്ഞിട്ട് G, അത് കഴിഞ്ഞിട്ട് X വരുള്ളൂ. അപ്പോൾ വിത്തിൻ ദ ഫ്ലവർ, വിത്തിൻ ദ പ്ലാന്റ്, ബിറ്റ്വീൻ ടു പ്ലാന്റ്സ്. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൽ നോക്കാം. ആൻസർ ഓഫ് വൺ ഫ്ലവർ ടു സ്റ്റിഗ്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് എ ഡിഫറെന്റ് പ്ലാന്റ്. അപ്പോൾ ഏതാണ് ആൻസർ? സീനോഗാമി. ദ പോർഷൻ ഓഫ് ദി എംബ്രിയോണിക് ആക്സിസ് ബിലോ ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് കോട്ടിലിഡൻ. അപ്പോൾ നമ്മളിപ്പോൾ ഒരു എംബ്രിയോ നോക്കിയാൽ ഇതാണ് ഒരു എംബ്രിയോ എന്ന് വിചാരിക്കുക, എംബ്രിയോണൽ ആക്സിസ്. ആ എംബ്രിയോണൽ ആക്സിസിന് രണ്ട് സൈഡിലായിട്ട് എന്തുണ്ട്? കോട്ടിലിഡൻസ് ഉണ്ട്. ഇപ്പോൾ ഡൈക്കോട്ട് ആണെങ്കിൽ രണ്ട് കോട്ടിലിഡൻസ് ഉണ്ട്. അപ്പോൾ ഈ എംബ്രിയോണൽ ആക്സിസിനെ മുകളിലുള്ള ഭാഗത്തിനെ നമ്മൾ എപ്പി കോട്ടൈൽ എന്ന് പറയും. താഴെയുള്ള ഭാഗത്തിന് നമ്മൾ ഹൈപ്പോ കോട്ടൈൽ എന്ന് പറയും. ഹൈപ്പോ മീൻസ് ബിലോ. ഈ ഹൈപ്പോ കോട്ടൈൽ എന്തായിട്ട് ടെർമിനേറ്റ് ചെയ്യും? റാഡിക്കിൾ. എപ്പികോട്ടൈൽ ടെർമിനേറ്റ്സ് ഇൻറ്റു പ്ലൂമ്യൂൾ. ഈ പ്ലൂമ്യൂൾ പിന്നീട് ഷൂട്ട് സിസ്റ്റമായിട്ട് മാറും. റാഡിക്കിള് റൂട്ട് സിസ്റ്റമായിട്ട് മാറും. R for R എന്ന് ഓർത്ത് വെച്ചാൽ മതി. റാഡിക്കിള് റൂട്ടായിട്ട് മാറുന്നു. അപ്പോൾ ബിലോ ദ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ്, ബിലോ എന്ന് പറയുമ്പോൾ ഹൈപ്പോ. അപ്പോൾ ഹൈപ്പോ കോട്ടൈലാണ് ഇവിടെ ആൻസർ. പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എമംഗ് ദ ഫോളോയിങ് ഈസ്. പാർത്തനോകാർപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം, ഫെർട്ടിലൈസേഷൻ നടന്നതിന് ശേഷം ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറുന്നു. ഓവ്യൂൾ എന്തായിട്ട് മാറും? സീഡായിട്ട് മാറും. അപ്പം ഓവറി ഫ്രൂട്ടായിട്ട് മാറുന്നത് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവന്റ് ആണ്. പക്ഷേ ചിലപ്പോൾ ഫെർട്ടിലൈസേഷൻ നടക്കാതെ തന്നെ ഓവറി ഫ്രൂട്ടായിട്ട് മാറും. അപ്പം അങ്ങനെയുള്ള ഫ്രൂട്ടിനകത്ത് എന്ത് കാണില്ല? സീഡ് കാണില്ല. അപ്പം സീഡ്ലെസ് ഫ്രൂട്ട്സിനെയാണ് നമ്മൾ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ മാംഗോ, ലിച്ചി, ജാക്ക് ഫ്രൂട്ടിനെല്ലാം സീഡുണ്ട്. ബനാനയാണ് ഇവിടെ പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്. നിങ്ങൾ ബനാന നോക്കുകയാണെങ്കിൽ അതിനകത്ത് ഒരു ബ്ലാക്ക് കളറിൽ കാണും, അല്ലേ? സെന്ററിൽ അത് അതിന്റെ സീഡ്സ് തന്നെയാണ്. പക്ഷേ ആ സീഡ്സ് വയബിൾ സീഡ്സ് അല്ല, റുഡിമെന്ററി സീഡ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആ സീഡ് ഉപയോഗിച്ച് പുതിയ പ്ലാന്റ് ഉണ്ടാക്കാൻ പറ്റില്ല. ബനാനയിൽ നമുക്ക് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ ആണ് നടക്കുന്നത്. ഇനി നമുക്ക് മറ്റൊരു കൺഫ്യൂഷൻ ഈ ക്വസ്റ്റിന് വരുന്നത്, ബനാന ട്രൂ ഫ്രൂട്ട് ആണോ? ചില കുട്ടികൾ ചോദിക്കും, മാം അത് പാർത്തനോകാർപ്പിക് അല്ലേ, എങ്ങനെയാണ് ട്രൂ ഫ്രൂട്ട് ആവുന്നതെന്ന്. ട്രൂ ഫ്രൂട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഓവറി ഡെവലപ്പ് ചെയ്ത് ഫ്രൂട്ട് ആയാൽ ട്രൂ ഫ്രൂട്ട് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓവർ തന്നെയാണ് ഫ്രൂട്ട് ആവുന്നത്. അതുകൊണ്ട് ബനാന ട്രൂ ഫ്രൂട്ട് ആണ്. പക്ഷേ ഫെർട്ടിലൈസേഷൻ നടക്കാത്തതുകൊണ്ട് അത് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട് ആണ്. ഓക്കെ, അപ്പോൾ അതിലിനി സംശയമില്ലല്ലോ. പോളി എംബ്രിയോണി ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച്. പോളി എന്നതിന്റെ അർത്ഥം എന്താണ്? മെനി എംബ്രിയോസ്. അപ്പോൾ ഇവിടെ എന്താണ്? ഈച്ച് ഓവ്യൂൾ കണ്ടെയ്ൻസ് മെനി എംബ്രിയോസ്. അപ്പോൾ അതാണ് അതിന്റെ കറക്റ്റ് ആൻസർ. എ സീഡ് വിച്ച് ലാക്ക് എൻഡോസ്പെർം. അതായത് നമുക്ക് രണ്ട് തരം പ്ലാന്റ്സ് ഉണ്ട്, മോണോകോട്ട്സും ഡൈക്കോട്ട്സും. മിക്കവാറും ഡൈക്കോട്ടിൽ ഈ സീഡ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് തന്നെ അതിന്റെ നറിഷ്മെന്റായ എൻഡോസ്പെർം ഉപയോഗിച്ച് തീർക്കും. അപ്പോൾ ഒരു മെച്യൂർ സീഡിനകത്ത് കോട്ടിലിഡൻസ് മാത്രമേ കാണുള്ളൂ, എൻഡോസ്പെർം കാണില്ല. അങ്ങനെയുള്ള സീഡ്സിനെ പറയുന്നതാണ് നോൺ എൻഡോസ്പെർമസ് സീഡ് അല്ലെങ്കിൽ നോൺ ആൽബുമിനസ് സീഡ്. അതേസമയം മോണോകോട്ടിൽ മിക്കവാറും എൻഡോസ്പെർം റീറ്റെയിൻ ചെയ്തിരിക്കും, അത് കംപ്ലീറ്റ്ലി യൂസ്ഡ് ആവില്ല. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ വീറ്റ്, റൈസ്, കാസ്റ്റർ ഇതിലെല്ലാം എൻഡോസ്പെർം ഉണ്ട്. പീ പ്ലാന്റ് ആണ് വിത്തൗട്ട് എൻഡോസ്പെർം. അപ്പോൾ ഇവിടെ ആൻസർ എന്താണ്? പി. സ്ക്യൂട്ടെല്ലം മീൻസ് നമ്പർ ഓഫ് കോട്ടിലിഡൻസിന്റെ ബേസിസിൽ ആൻജിയോസ്പെർംസിനെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. മോണോകോട്ട് അഥവാ വിത്ത് 1 കോട്ടിലിഡനും ഡൈക്കോട്ട് എന്നാൽ 2 കോട്ടിലിഡൻസും ഉണ്ട്. അപ്പോൾ ഇവിടെ സ്ക്യൂട്ടെല്ലം എന്ന് പറയുന്നത് മോണോകോട്ടിലെ സിംഗിൾ കോട്ടിലിഡന്റെ പേരാണ്. അപ്പോൾ ആൻസർ ഡി ആണ്. ദ ഓവറി വോൾ ചേഞ്ചസ് ഇൻറ്റു. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസിൽ ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. അപ്പോൾ ഓവറി വോൾ എന്തായിട്ട് മാറും? ഫ്രൂട്ട് വോൾ ആയിട്ട് മാറും. അപ്പോൾ ഫ്രൂട്ട് വോളിന്റെ പേരെന്താണ്? പെരികാർപ്പ്. ഓക്കെ, കാർപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രൂട്ടുമായിട്ടാണ് റിലേറ്റ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് പാർത്തനോകാർപ്പിക് ഫ്രൂട്ട്, അല്ലേ? ദെൻ പെരിസ്പേം എന്നാൽ പെർസിസ്റ്റന്റ് ന്യൂസെല്ലസ് ആണ്, ബീറ്റ്, ബ്ലാക്ക് പെപ്പറിലൊക്കെ കാണും. ടെസ്റ്റൈൻ, ടെക്മെനും സീഡ് കോട്ട്സ് ആണ്. അപ്പോൾ പെരികാർപ്പാണ് ഇവിടെ കറക്റ്റ് ആൻസർ. പോളിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാച്ച് ദ ഫോളോയിങ് ആണ്. നമ്മൾ ശരിക്കും അനിമോഫിലിയും എൻറ്റമോഫിലിയും ഹൈഡ്രോഫിലിയും മാത്രമേ പഠിക്കുന്നുള്ളൂ. എങ്കിലും ഇതിൽ നിങ്ങളുടെ അറിവിലേക്കായിട്ട് 2 എണ്ണം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ആനിമോഫിലി എന്ന് പറഞ്ഞാൽ വിൻഡ് പോളിനേഷൻ ആണ്. നിങ്ങൾ ആനിമോ എന്ന് കാണുമ്പോൾ ആനിമൽ എന്ന് തെറ്റിദ്ധരിക്കരുത്, അത് വിൻഡ് പോളിനേഷൻ ആണ്.
ഓർണിത്തോഫിലി, ബേർഡ്സിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ് ഓർണിത്തോളജി. അപ്പോൾ ബേർഡ് പോളിനേഷൻ ആണ് ഓർണിത്തോഫിലി. ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ടർ അല്ലേ, വാട്ടർ പോളിനേഷൻ. എൻറ്റോമോഫിലി, ഇൻസെക്ട് പോളിനേഷൻ. ആൻഡ് കൈറോപ്റ്ററോഫിലി, ബാറ്റ് പോളിനേഷൻ. ദി ഔട്ടർമോസ്റ്റ് ആൻഡ് ഇന്നർമോസ്റ്റ് വാൾസ് ഓഫ് മൈക്രോസ്പൊറാഞ്ചിയം ഇൻ ആന്തർ ആർ. അപ്പം നമുക്കറിയാം ഇങ്ങനെ ഒരു ആന്തറിന്റെ സ്ട്രക്ചർ നമ്മൾ നോക്കുകയാണെങ്കിൽ 4 ലോബ്സ് വരുന്നുണ്ട് അല്ലേ, 4 ലോബ്സ് ഉണ്ട്. അതിന്റെ സെന്ററിൽ ഒരു മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. അങ്ങനെ 4 മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ട്. ആക്ച്വലി ബൈ ലോബ്ഡ് ആണ്, 2 ലോബ് 4 തീക്ക എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ പല വോൾ ലെയേഴ്സ് ഉണ്ട്. ഔട്ടർമോസ്റ്റ് ഒരു തിൻ വോൾ ലെയർ ഉണ്ട്, ഒരു സിംഗിൾ ലെയർ. അത് എല്ലാ പ്ലാന്റ് പാർട്സും കവർ ചെയ്തിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് കവറിംഗ് ആണ്. അതിന്റെ പേരെന്താണ്? എപ്പിഡെർമിസ്. എപ്പിഡെർമിസ് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു വളരെ തിൻ ആയിട്ടുള്ള ഒരു ലെയർ ഉണ്ട്. ആ ലെയറിന്റെ പേരാണ് എൻഡോതീഷ്യം. പിന്നീട് ഒരു 2-3 തിൻ ലെയേർഡ് സെൽസ് ഉണ്ട്, 2 to 3. നമ്മൾ അതിനെ പറയുന്ന പേരാണ് മിഡിൽ ലെയേഴ്സ്. ഓക്കെ, ഇതിന്റെ പേരാണ് മിഡിൽ ലെയേഴ്സ്. അപ്പോൾ ഈ 3 ലെയേഴ്സും ബേസിക്കലി പ്രൊട്ടക്ഷനും ഡെഹിസൻസിനുമാണ് ഹെൽപ്പ് ചെയ്യുന്നത്. 4മതായിട്ട് വരുന്ന ഇന്നർമോസ്റ്റ് ലെയർ ആണ്, കുറച്ച് വലിയ സെൽസ് ഉണ്ട്. ഈ ലെയറിനെ പറയുന്ന പേരാണ് ടപ്പീറ്റം. ഇത് ന്യൂട്രീഷ്യസ് ആണ്, ഇതിന്റെ ഫംഗ്ഷൻ ഡിഫറെന്റ് ആണ്, ന്യൂട്രീഷ്യസ് ആണ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഔട്ടർമോസ്റ്റ് ആൻഡ് ഇന്നർമോസ്റ്റ്. ഔട്ടർമോസ്റ്റ് എന്താണ്? എപ്പിഡെർമിസ്, ഇന്നർമോസ്റ്റ് ടപ്പീറ്റം. സോ അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി. ഇൻറ്റൈൻ ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. നമ്മുടെ പോളൻ ഗ്രെയിൻ നോക്കിയാൽ 2 കവറിംഗ് ആണ് ഉള്ളത്. ഔട്ടർ പോളൻ കവറിങ്ങിനെ പറയുന്ന പേരാണ് എക്സൈൻ. ഇന്നർ കവറിംഗ് ഈസ് കോൾഡ് ഇൻറ്റൈൻ. എക്സൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോറോപോളനിൽ നിന്ന് വളരെ ഹാർഡ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ്. വേറസ് ഇൻറ്റൈൻ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസും പെക്റ്റിനും കൊണ്ടാണ്. സോ ഇവിടെ ഓപ്ഷൻ ബോത്ത് എ ആൻഡ് ബി. ടപ്പീറ്റൽ സെൽസ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ഡെൻസ് സൈറ്റോപ്ലാസം ആൻഡ് 1 ന്യൂക്ലിയസ്. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ചോദ്യത്തിൽ ടപ്പീറ്റത്തിനെ കുറിച്ച് പറഞ്ഞു. ടപ്പീറ്റൽ സെൽസ് നറിഷിംഗ് സെൽസ് ആണ്. ഈ ടപ്പീറ്റം എന്ന് പറയുന്നത് അതിൽ ഡെൻസ് സൈറ്റോപ്ലാസം ഉണ്ട്, ഇത് കറക്റ്റ് ആണ്. അതേസമയം അത് മോർ ദാൻ 1 ന്യൂക്ലിയൈ കാണും. അപ്പോൾ ഇത് പാർഷ്യലി ട്രൂ ആകാം, അല്ലെങ്കിൽ പാർഷ്യലി ഫോൾസ് എന്നും പറയും. മൈക്രോപൈൽ ഈസ് എ. മൈക്രോപൈൽ എന്ന് പറയുന്നത് നമ്മുടെ ഓവ്യൂളിന്റെ ഒരു ഭാഗമാണ്. ഓവ്യൂളിന്റെ നടുക്ക് എന്തുണ്ട്? ഒരു എംബ്രിയോ സാക്ക്, പിന്നെ 2 കവറിംഗ് ഉണ്ട്. അതാണ് നമ്മുടെ ഇൻടെഗുമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇൻടെഗുമെന്റ് കവറിംഗ് ഇല്ലാത്തൊരു ഭാഗമുണ്ട്, അതിനെ പറയുന്ന പേരാണ് മൈക്രോപൈൽ. അപ്പോൾ ഈ മൈക്രോപൈൽ എന്ന് പറയുന്നത് സീഡ് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോഴും സീഡിന്റെ ആ നോച്ച് ഹൈലത്തിന് അടുത്ത് തന്നെ കാണും. അപ്പോൾ സ്മോൾ പോർ ത്രൂ വിച്ച് വാട്ടർ എൻറ്റർ. സീഡ് നമുക്കറിയാം ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? വാട്ടറിൽ സോക്ക് ആവണം അല്ലേ. അപ്പോൾ വാട്ടറും ഓക്സിജനൊക്കെ അകത്തേക്ക് കയറുന്നത് ഈ മൈക്രോപൈൽ ഓപ്പണിംഗ് കൂടിയാണ്. സ്മോൾ അപ്പർച്ചർ വേർ നോ ഇൻടെഗുമെന്റ്സ് പ്രസന്റ്. അപ്പോൾ ഇതെല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ ആൻസർ ഓൾ ഓഫ് ദി above. 60% ഓഫ് ആൻജിയോസ്പേംസ് ഷെഡ് ദെയർ പോളൻസ് അറ്റ്. നമുക്കറിയാം ആൻജിയോസ്പേമിലെ പോളൻ ഗ്രെയിൻസ് മെച്ചുർ ആകുമ്പോൾ അതിനകത്ത് 2 സെൽസ് ഉണ്ട്, അൺഈക്വൽ സൈസ് ആണ്. ഒന്നിനെ നമ്മൾ വെജിറ്റേറ്റീവ് സെൽ എന്നും ചെറുതിനെ നമ്മൾ ജനറേറ്റീവ് സെൽ എന്നുമാണ് പറയുന്നത്. ഈ ജനറേറ്റീവ് സെല്ലിന്റെ ന്യൂക്ലിയസ് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ 2 മെയിൽ ഗാമീസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 60% പ്ലാന്റ്സിലും ജനറേറ്റീവ് സെല്ലും വെജിറ്റേറ്റീവ് സെല്ലും ഈ 2 സെല്ലിന്റെ സ്റ്റേജിൽ തന്നെയാണ് നമ്മുടെ പോളൻ ഷെഡ് ആവുന്നത്, അല്ലെങ്കിൽ പോളനേഷൻ നടക്കുന്നത്. അത് നമ്മുടെ പോളൻ സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്തതിന് ശേഷം പോളൻ ട്യൂബായിട്ട് ഗ്രോ ചെയ്ത് പോളൻ ട്യൂബിനെ അകത്ത് വെച്ചിട്ടാണ് ഇത് ഫർദർ ഡിവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ 60% പ്ലാന്റിലും 2 സെൽഡ് സ്റ്റേജിലാണ് റിലീസ് ആവുന്നത്. അതേസമയം 40% പ്ലാൻ എങ്ങനെയാണ്? ഇത് ഷെഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിനകത്ത് 2 ആയിട്ട് ഡിവൈഡ് ചെയ്ത് 3 സെൽഡ് സ്റ്റേജിലാണ് അത് ഷെഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ആൻസർ 2 സെൽഡ് സ്റ്റേജ്. ഫംഗ്ഷൻ ഓഫ് ഫിലിഫോം അപ്പാരറ്റസ്. നമ്മളിപ്പോൾ എംബ്രിയോസാക്കിന്റെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ അതിന്റെ മൈക്രോപൈലാർ എൻഡിൽ 3 സെൽസ് ഉണ്ട്, ഒരു എക്സെല്ലും 2 സൈനോജിഡ്സും. അതേസമയം ആന്റിപോഡലിൽ 3 സെൽസ് ഉണ്ട്, സെന്ററിൽ 2 പോളാർ ന്യൂക്ലിയസ്. ഈ സൈനോജിഡ്സിനകത്ത് ഫ്ലെയിം പോലെയുള്ള സെൽസ് ഉണ്ട്, ഫിംഗർ ലൈക്ക്. അവ ഈ വരുന്ന പോളൻ ട്യൂബിനെ ഗൈഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ് എന്നതാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഇതാണ് ഫിലിഫോം അപ്പാരറ്റസ്. ഫിലിഫോം അപ്പാരറ്റസിന്റെ ഫംഗ്ഷൻ ഗൈഡ് ദ എൻട്രി ഓഫ് പോളൻ ട്യൂബ്. ഓട്ടോഗാമി മീൻസ്, ഇതിനെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതാണ്. പോളിനേഷൻ ഓർ സെൽഫ് പോളിനേഷൻ ഇൻ ദ സെയിം ഫ്ലവർ. A particular species of plant produces light non-sticky pollen in large numbers and its stigmas are long and feathery.
ദീസ് മോഡിഫിക്കേഷൻസ് ഫെസിലിറ്റേറ്റ് പോളിനേഷൻ ബൈ. നമുക്കറിയാം ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി പോളൻ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആണ്. ലൈറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി ആണെങ്കിൽ മാത്രമേ വിൻഡിന് പെട്ടെന്ന് അതിനെ ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ പറ്റൂ. ലാർജ് നമ്പറിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ചാൻസ് ഓഫ് ഫെർട്ടിലൈസേഷൻ എൻഷുർ ചെയ്യാനാണ്. കാരണം വിൻഡിൽ കൂടി പോകുമ്പോൾ എത്രണ്ണം സ്റ്റിഗ്മയിൽ ലാൻഡ് ചെയ്യുന്ന യാതൊരു ഗ്യാരണ്ടി ഇല്ല അല്ലേ. അപ്പോൾ ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് എ ഫ്യൂ വിൽ എൻഡ് അപ്പ് ഇൻ പോളിനേഷൻ. പിന്നെ സ്റ്റിഗ്മ എന്തായിരിക്കണം? ലോങ് ആൻഡ് ഫെദറി. അപ്പോൾ മാത്രമേ അതിന് ഈ കാറ്റിലൂടെ പറന്നു വരുന്ന ഈ നമ്മുടെ പോളൻ ഗ്രെയിൻസിനെ ട്രാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? വിൻഡ് പോളിനേഷൻ. കണ്ടിന്യൂഡ് സെൽഫ് പോളിനേഷൻ റിസൾട്ട്സ് ഇൻ. എപ്പോൾ നമ്മൾ സെൽഫ് പോളിനേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താലും അത് പ്ലാന്റ്സിലാകട്ടെ ആനിമൽസിലാകുമ്പോൾ കണ്ടിന്യൂസ് സെൽഫ് ക്രോസിംഗ് എന്ന് പറയാം. അപ്പോൾ അതിലെന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ സെയിം ജീനല്ലേ വീണ്ടും വീണ്ടും വരുന്നത്. അതായത് മെയിൽ ഗ്യാമേറ്റ് ഫീമെയിൽ ഗ്യാമേറ്റ് അല്ലെങ്കിൽ ഒരേ ക്ലോസ് സ്പീഷീസിൽ നിന്നാകുമ്പോൾ അല്ലെങ്കിൽ ക്ലോസ് ഇൻഡിവിജ്വൽസിൽ നിന്നാകുമ്പോൾ അതിൽ ജനറ്റിക് വേരിയേഷൻ വളരെ കുറവാണ്. അങ്ങനെ കുറച്ചു കാലം കണ്ടിന്യൂസ് ചെയ്താൽ അത് ഇൻബ്രീഡിംഗ് ഡിപ്രഷൻ എന്നൊരു സ്റ്റേറ്റിലേക്ക് എത്തും. While performing artificial hybridization program in dioecious plants, which of the following steps would not be relevant? അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമാസ്കുലേഷൻ എന്നതാണ്. അതായത് ഒരു ബൈസെക്ഷൽ ഫ്ലവർ ആണെങ്കിൽ അതിലെ ആന്തേഴ്സ് അഥവാ സ്റ്റേമൻ നമ്മളൊരു ഫോസെപ്സ് ഉപയോഗിച്ചിട്ട് പതുക്കെ റിമൂവ് ചെയ്ത് കളയും. അതാണ് ഇമാസ്കുലേഷൻ. ഇമാസ്കുലേഷൻ കഴിഞ്ഞ ഉടനെ നമ്മൾ ബാഗ് ചെയ്യണം. അതാണ് അടുത്ത സ്റ്റെപ്പ്. അല്ലെങ്കിൽ നമ്മൾ ഇതിലെ ആന്തേഴ്സ് മാറ്റിയെങ്കിലും വേറെ പോളൻ വന്ന് വീഴാനുള്ള ചാൻസ് ഉണ്ട്. പിന്നീട് നമ്മൾ വെയിറ്റ് ചെയ്യാണ് എന്തിനു വേണ്ടിയിട്ട്? സ്റ്റിഗ്മ റിസപ്റ്റീവ് ആവാൻ. അപ്പോൾ മാത്രമേ അത് പോളൻ ഗ്രെയിൻസിനെ അക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ സ്റ്റിഗ്മ റിസപ്റ്റീവ് ആകുമ്പോൾ നമ്മൾ ഡിസൈഡ് പോളൻ അതിലേക്ക് ഡസ്റ്റ് ചെയ്ത് കൊടുക്കും. അതാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അത് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മൾ ബാഗ് ചെയ്യണം. എന്തിനാണ്? അല്ലെങ്കിൽ വീണ്ടും അൺവാണ്ടഡ് പോളനും വീഴാമല്ലോ അല്ലേ. അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിന് അവസാനം നമ്മൾ അതിൻ്റെ കൂടെ ഒരു ടാഗും കൂടെ ചെയ്യാറുണ്ട്. ടാഗിങ് അത് നമ്മുടെ ഡീറ്റെയിൽസ്, ഡേറ്റും ബ്രീഡറുടെ നെയിമും ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് അതെല്ലാം ചെയ്യുന്ന ഒരു ലേബലാണ് ടാഗിങ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഡൈഷ്യസ് ആണ്. ഡൈഷ്യസ് എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു യൂണിസെക്ഷൽ ഫ്ലവർ ആണ്. അപ്പോൾ നമ്മൾ ഫീമെയിൽ ഫ്ലവർ ആയിരിക്കുമല്ലോ ചൂസ് ചെയ്യുന്നത്. ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ അതിൽ ആന്തർ ഇല്ല. അപ്പോൾ ഇമാസ്കുലേഷൻ എന്ന സ്റ്റെപ്പ് നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഓർത്ത് വെക്കുക, യൂണിസെക്ഷൽ ഫ്ലവേഴ്സിൽ ഇമാസ്കുലേഷൻ ആവശ്യമില്ല. ഡബിൾ ഫെർട്ടിലൈസേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു സിൻഗമിയും ട്രിപ്പിൾ ഫ്യൂഷനും ചേരുന്നതാണ്. അപ്പോൾ ഇവിടെ ആൻസർ സിൻഗമി ആൻഡ് ട്രിപ്പിൾ ഫ്യൂഷൻ. സിൻഗമി എന്ന് പറഞ്ഞാൽ മെയിൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും ഫ്യൂസ് ചെയ്തിട്ട് സൈഗോട്ട് ഉണ്ടാകുന്നു. ട്രിപ്പിൾ ഫ്യൂഷൻ എന്ന് പറയുമ്പോൾ സെക്കൻഡ് മെയിൽ ഗ്യാമേറ്റ് പോളാർ ന്യൂക്ലിയ ആയിട്ട് ചേർന്ന് പ്രൈമറി എൻഡോസ്പെർം ന്യൂക്ലിയസ് ഉണ്ടാകും. ഇനി നമുക്ക് അസർഷൻ റീസണിംഗ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഇൻ അപ്പോമിക്സിസ് ദ പ്ലാന്റ്സ് ഓഫ് ന്യൂ ജനറ്റിക് സീക്വൻസ് ആർ പ്രൊഡ്യൂസ്ഡ്. ശരിയാണോ? അല്ല. അപ്പോമിക്സിസ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഓവറി എന്തായിട്ട് മാറും? ഫ്രൂട്ടായിട്ട് മാറും. ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഓവ്യൂൾ സീഡായിട്ട് മാറും. ഇത് രണ്ടും ഫെർട്ടിലൈസേഷന് തുടർന്ന് സംഭവിക്കുന്ന ഇവന്റ്സ് ആണ്. പക്ഷേ ഓവറി വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ ഫ്രൂട്ടായിട്ട് മാറിയാൽ നമ്മളതിനെ പാർത്തനോകാർപ്പി എന്ന് വിളിക്കും. അതേപോലെ ഓവ്യൂൾ വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ സീഡായിട്ട് മാറും. അതിനെ നമ്മൾ അപ്പോമിക്സിസ് എന്നും വിളിക്കും. സോ ഇത് രണ്ടിലുമുള്ള കോമൺ ഫീച്ചർ എന്താണ്? വിത്തൗട്ട് ഫെർട്ടിലൈസേഷൻ. അപ്പോൾ പ്ലാന്റ്സ് വിത്ത് ന്യൂ ജനറ്റിക് സീക്വൻസ് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ഫെർട്ടിലൈസേഷൻ നടക്കണം അല്ലേ. അപ്പോൾ ഇവിടെ അസേർഷൻ റോങ് ആണ്. ഇനി അപ്പോമിക്സിസ് ദർ ഇസ് നോ ഫെർട്ടിലൈസേഷൻ കറക്റ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ പറയാം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഇനി അടുത്ത അസേർഷൻ മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മൈറ്റോസിസ് ടു പ്രൊഡ്യൂസ് 4 മെഗാസ്പോർസ്. മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോസ് മെയോസിസ് ആണ്, മൈറ്റോസിസ് അല്ല. അപ്പോൾ ഇത് റോങ് ആണ്. മെഗാസ്പോർ മദർ സെൽ ഈസ് ഡിപ്ലോയിഡ് ആൻഡ് ദ മെഗാസ്പോർസ് ആർ ഹാപ്ലോയിഡ്. അത് കറക്റ്റ് ആണ്. കാരണം മയോസൈറ്റ് അല്ലെങ്കിൽ ഗ്യാമീറ്റ് മദർ സെൽസ് എപ്പോഴും ഡിപ്ലോയിഡ് സെല്ലാണ്. അത് മെയോസിസ് നടന്നിട്ടാണ് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ് അല്ലെങ്കിൽ ഡോട്ടർ സെൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇവിടെയും ഓപ്ഷൻ ഡി ആണ്. അസേർഷൻ ഈസ് ഫാൾസ്, റീസൺ ഈസ് ട്രൂ. അടുത്ത ചോദ്യം ഗെയ്റ്റനോഗാമി ഈസ് ജനറ്റിക്കലി സിമിലർ ടു ഓട്ടോഗാമി. ശരിയാണ്. ജനറ്റിക്കലി അത് രണ്ടും സെയിം അല്ലേ, വിത്തിൻ ദ സെയിം പ്ലാന്റ് അല്ലേ. അപ്പോൾ ഇത് കറക്റ്റ് ആണ്. ഇൻ ഗെയ്റ്റനോഗാമി പോളൻ ഗ്രെയിൻസ് കം ഫ്രം ദ സെയിം പ്ലാന്റ്. ശരിയാണ്. അപ്പോൾ നമുക്കിവിടെ അസേർഷനും റീസണും കറക്റ്റ് ആണ്. ആൻഡ് റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. എൻഡോസ്പേം ഡെവലപ്മെന്റ് പ്രീസീഡ്സ് എംബ്രിയോ ഡെവലപ്മെന്റ്. നമുക്കറിയാം ഡബിൾ ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞിട്ട് സൈഗോട്ട് എംബ്രിയോ ആയിട്ട് മാറാൻ കുറച്ച് സമയം എടുക്കും. അതിനു മുമ്പ് തന്നെ നമ്മുടെ പ്രൈമറി എൻഡോസ്പേം ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് തുടങ്ങി. എന്തിനു വേണ്ടിയിട്ടാണ്? എൻഡോസ്പേം ഉണ്ടാക്കാൻ. കാരണം എൻഡോസ്പേം ആണ് ഈ എംബ്രിയോയ്ക്ക് വേണ്ട ന്യൂട്രീഷൻ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് എൻഡോസ്പേം ഉണ്ടായതിനു ശേഷം മാത്രമേ എംബ്രിയോ ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ ഇവിടെയും അസേർഷനും റീസണും കറക്റ്റ് ആണ്. റീസൺ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. മാംഗോ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എ ട്രൂ ഫ്രൂട്ട്. അതെ, മാംഗോ ഒരു ട്രൂ ഫ്രൂട്ട് ആണ്. ട്രൂ ഫ്രൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓവറിയിൽ നിന്ന് ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞ് ഡെവലപ്പ് ചെയ്യുന്നു.
ഫെർട്ടിലൈസേഷൻ വേണമെന്നില്ല, ഓവറിൽ നിന്ന് ഡെവലപ്പ് ചെയ്യുന്നു. ഇൻ മാംഗോ തലാമസ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഫ്രൂട്ട് ഫോർമേഷൻ. ഇത് ഫോൾസ് ആണ്. കാരണം തലാമസ് ഫ്രൂട്ടായിട്ട് മാറുകയാണെങ്കിൽ നമ്മൾ അതിനെ ഫോൾസ് ഫ്രൂട്ട് എന്നാണ് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പറയാം അസേർഷൻ കറക്റ്റ് ആണ്, റീസൺ ഫോൾസ് ആണ്. സോ ഓപ്ഷൻ സി. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക, ഞാൻ തീർച്ചയായിട്ടും മറുപടി നൽകാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ബയോളജി മൈ പാഷൻ.